പാലക്കാട് ചെന്നെത്തുന്നവർ ആദ്യം തിരക്കുക പാലക്കാട് തലയെടുപ്പോടെ നിൽക്കുന്ന കോട്ടയെക്കുറിച്ചാണ്. ഈ കോട്ടയ്ക്ക് പിന്നിൽ ആരും അറിയാത്ത ചില ചരിത്ര കഥകളുണ്ട്. 1756 കോഴിക്കോട് സാമൂതിരിയുടെ ശല്യം ഒഴിവാക്കാനായി മൈസൂർ രാജാവിന്റെ സേനാനായകനായ ഹൈദർ അലിയെ ക്ഷണിക്കാൻ പാലക്കാട് രാജാവായ ഇട്ടിക്കൊമ്പി അച്ഛൻ തീരുമാനിച്ചു. 1957 തന്റെ സുഹൃത്തായ കല്ലേക്കൊള്ളങ്ങര രാഘവ പിഷാരടിയോട് ഒരു കോട്ടയ്ക്കുള്ള സ്ഥലം കാണാൻ ആവശ്യപ്പെട്ടു. ഇവിടെ നിന്നാണ് പാലക്കാട് കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത് കേട്ടോ. 1766 കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ രേഖയിൽ പറയപ്പെടുന്നു. ഫ്രഞ്ചുകാരനായ ഒരു എഞ്ചിനീയർ ആയിരുന്നു അതിന്റെ ശില്പി. തുപ്പാക്കിധാരികളായ വടജനത്തിന് ഒളിച്ചു നിൽക്കാനും പീരങ്കി ഘടിപ്പിക്കാനും സൗകര്യമുള്ള വിധമാണ് കോട്ട നിർമ്മിച്ചതെന്നാണ് ചരിത്രകാരനായ BVK വാലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹൈദരാലിയെ തുടർന്ന് മകൻ ടിപ്പു സുൽത്താനും ഈ കോട്ടയുടെ ആധിപത്യം ഉറപ്പിച്ചു. രണ്ടാമത്തെ ഇംഗ്ലീഷ് മൈസൂർ യുദ്ധത്തിന്റെ ഭാഗമായി സർദാർ ഖാന്റെയും മേജർ അസിൻടന്റിന്റെയും നേതൃത്വത്തിൽ നടന്ന യുദ്ധം, 1782 യുദ്ധം എന്നിവയിൽ ഈ കോട്ട നിർണായകമായ പങ്കുവഹിച്ചു. ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടാൻ ഫ്രഞ്ചുകാരനായ ലാലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിലുള്ള സൈന്യവും പുറപ്പെട്ടത് ഇവിടെ നിന്നാണത്രേ. 1784 നവംബർ 15 ബ്രിട്ടീഷുകാർ അഴിച്ചുവിട്ട 11 ദിവസത്തെ ആക്രമണത്തിനൊടുവിൽ കോട്ട പിടിച്ചടുക്കി. തിരുവിതാംകൂർ ആക്രമിക്കാനുള്ള തന്റെ ഉദ്ദേശം ശക്തൻ തമ്പുരാനോട് ടിപ്പു സുൽത്താൻ വെളിപ്പെടുത്തിയത് ഇവിടെ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. 1790 പാലക്കാട്ടെ മൈസൂർ ആധിപത്യം പൂർണ്ണമായും തകർന്നു. അതോടെ കോട്ടയുടെ നിയന്ത്രണം പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. അവർ അത് അവരുടേതായ മാറ്റങ്ങൾ വരുത്തി. പണ്ടുകാലങ്ങളിൽ ഇവിടുത്തെ കോട്ടകൾ മൺകോട്ടകളായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായാണ് ഇപ്പോൾ കാണുന്ന കരിങ്കൽ കോട്ട പണിതിരിക്കുന്നത്. ടിപ്പു സുൽത്താന്റെ കുതിര മാത്രം ചാടിക്കിടക്കുന്ന ഈ കോട്ടയ്ക്ക് ചുറ്റും വരുന്ന കിടങ്ങ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനകത്ത് ഇരുന്ന് ആശ്വസിക്കാനും ചരിത്രം അയവിറക്കാനും അനേകം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു. ഇതൊരു ജയിലായി രൂപാന്തരപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് ഉണ്ടായത്. കോട്ടകൾക്കുള്ളിൽ ഇപ്പോഴുമുള്ള ജയിൽ അതിന്റെ തുടർച്ചയാണ്.